അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം മക്കളെ, നമ്മൾ ഇന്ന് വന്നിക്കണത് ഒരു ടൂറ് പോവാണ്. നമ്മളെ കുടുംബശ്രീൻ്റെ 1ാമത്തെ വാർഷികമാണ് ഇട്ടത്. അപ്പം നമ്മൾ അന്നൊന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ഒക്കെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് കാണാൻ നിൽക്കുകയാണ്. അപ്പം നമ്മൾ വയനാട്, ഊട്ടി, പാലക്കാട്, നിലമ്പൂർ പല സ്ഥലങ്ങളും നമ്മൾ പറഞ്ഞു. പിന്നെ അപ്പം നമ്മൾ അടുത്തൊരു ടൂർ കേന്ദ്രം ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ വല്ലാതെ ബുദ്ധിമുട്ടില്ല, കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴത്തേന് വീട്ടിലെത്തും ചെയ്യാം. വ്യാഴാഴ്ചയാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ച് കാണി നമ്മളിതാ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് 11 മണിക്ക് പുറപ്പെട്ടിക്കണേ. അപ്പം നമ്മൾ വീട്ടിലുള്ളവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി വെച്ച് പോകുന്നതാണ്. അപ്പം നമുക്കുള്ള ഭക്ഷണം ഇവിടെ വരും. അപ്പോൾ നല്ല കാണാൻ, നല്ല കാഴ്ചകളും നല്ല വൈബാട്ട കാണാൻ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. നമ്മൾ വീട്ടമ്മമാർ നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ രാപ്പകലില്ലാതെ നയിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം കണ്ടെത്തണ്ടേ. അപ്പം നമ്മൾ അതിന് തീരുമാനിച്ചു കണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ 21 ആളിൽ 15 ആളെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ 2-3 ആൾ ഗർഭിണികളാണ്, പിന്നെ 2-3 ആൾ കാലുകൊണ്ട് വയ്യാത്ത ആൾക്കാരാണ്. അപ്പോൾ ഓല് ഒഴിവായിക്കണ്. അപ്പോൾ ഞങ്ങൾ 10-15 ആളുണ്ട്. പിന്നെ ചെറിയ മക്കളും ഉണ്ട് കേട്ടോ. വലിയ കുട്ടികൾ സ്കൂൾക്ക് പോകണ കുട്ടികളൊക്കെ സ്കൂൾക്ക് പറഞ്ഞയച്ചിരിക്കണ്. കുട്ടികളൊന്നും ഈ കളി അറിയില്ല. അപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ നമ്മളുണ്ട് ഇറങ്ങിയതാട്ടെ. നമ്മളൊന്ന് അടിച്ച് പൊളിക്കാന്ന് വിചാരിച്ചുകാണ്ട്. അപ്പോൾ ഇതാ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. ഞങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ജനുവരി 11-നാണ് പിന്നെ കുടുംബശ്രീ തുടങ്ങിയിരിക്കേണ്ടത്. അന്നത്തെ ദിവസം തന്നെ ആയി വന്നിട്ടാ. അപ്പം നമ്മൾ ക്രിസ്മസ് വെക്കേഷനിലുണ്ട് ഇങ്ങനെ ഒഴിവ് നോക്കണേ പോകാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് അങ്ങനെ വന്നപ്പോൾ ഏതായാലും അന്നത്തെ ദിവസം തന്നെ ആയി വന്നിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പിന്നെ കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ വെറും ലോണ് വാങ്ങുക, ലോൺ എടുക്കുക, ലോൺ അടക്കുക, അത് മാത്രം ആക്കരുത് കേട്ടോ. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും വെറൈറ്റികളൊക്കെ ഒപ്പിക്കണം. നമ്മൾ എല്ലാവരും ഒന്ന് ഒത്തുകൂടുക, അതൊക്കെ നമ്മളെ മനസ്സിന് സന്തോഷം നൽകുന്ന സംഗതികളാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പം നമ്മളതിൽ ഇത് ഇത്ര നമ്മളെ കുടുംബശ്രീ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എന്താ വെച്ചാൽ ന്യൂ ജനറേഷൻ പിള്ളേരട്ടോ കുറേ. എന്താ വെച്ചാൽ പകുതി പോലെ തന്നെയാണ്. പിന്നെ ഞങ്ങൾ ഒരു 4-5 അമ്മമാരും ഒക്കെ ആണ് കേട്ടോ. അല്ല അപ്പോൾ തന്നെ നല്ല ഒരു രസമാണ് എല്ലാത്തിനും. അപ്പോൾ ഓരാട്ടെ സെക്രട്ടറിയും പ്രസിഡൻ്റൊക്കെ ഓരാണ്. ഞങ്ങളോട് ചോദിച്ചിട്ട് തന്നെ എല്ലാവരും കൂടി തീരുമാനം എടുക്കൽ തന്നെയാണ് എല്ലാ സംഗതിയും. അപ്പോൾ അതൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ കുടുംബശ്രീ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ ആവണം കേട്ടോ. ചെറിയ പിള്ളേരും ആണ്. 20-ൻ്റെയും 30-ൻ്റെയും ഇടയിലുള്ളതാണ്. 10 പെൺകുട്ടികളും അങ്ങനെ തന്നെയാണ് കേട്ടോ. 20 വയസ്സിൻ്റെയും 30 വയസ്സിൻ്റെയും ഇടയിലുള്ളവർ, പിന്നെയാണ് കുറച്ച് മൂപ്പുള്ളവരൊക്കെ ഉള്ളത്. അപ്പോൾ 21 ആളാണ്. അപ്പോൾ നല്ല സന്തോഷത്തിൽ നല്ലൊരു രസമാണ്. അപ്പോൾ നമ്മൾ പല പരിപാടികളും കഴിച്ചിട്ടുണ്ട്. ഓണത്തിന് ഓണപ്പരിപാടി കഴിച്ച്, പിന്നെ അതിൻ്റെ മുമ്പ് ആഗസ്റ്റ് 15-ന് ആ പരിപാടി ഉണ്ടായിന്. അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിനിട്ട്. അപ്പം പിന്നെ എല്ലാവരും അറിയില്ലേ നമ്മളെ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ പിന്നെ ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിക്കണം. അപ്പോൾ അവർക്കൊന്നും വലിയ കുഴപ്പമില്ലാന്ന് കണ്ടപ്പോൾ അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഇടാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്കുള്ള ഫുഡ് എത്തിക്കണം കേട്ടോ. അപ്പോൾ നല്ല ചിക്കൻ ബിരിയാണിയാണ്. 90 റുപ്യ ഒരു പാക്കറ്റ് ബിരിയാണിക്ക്. നല്ല ടേസ്റ്റുള്ള ബിരിയാണി. നല്ല ഓരോ കഷ്ണം ഇറച്ചിയുണ്ട്. പൊരിച്ച കോയിൻ്റെ ബിരിയാണി ഇട്ടാ. പൊരിച്ച ചിക്കൻ്റെ ബിരിയാണി. അപ്പോൾ നമ്മൾ ചോറ് തിന്നാണ്. വെള്ളമൊക്കെ നമ്മൾ കുപ്പി വെള്ളം കൊണ്ടുപോയിക്കണം. പിന്നെ പുഴവെള്ളം ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പം വെള്ളം ഇങ്ങനെ നാമ നോക്കിയിട്ട് ഉപ്പുണ്ട്. പുഴവെള്ളവും അങ്ങനെ ഒലിച്ച് പോണ വെള്ളം നല്ല വൃത്തിയുള്ള വെള്ളമാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഓരോരുത്തർ നിസ്കരിക്കുന്നുണ്ട്. അപ്പം നമ്മളെ പരിപാടികളൊന്നും നമ്മൾ പിന്നെ മുടക്കിയിട്ടില്ല കേട്ടോ. അങ്ങനെ വല്ലാതെ ആളിലൊന്നും ഇല്ല. അത് കുറച്ച് കഴിഞ്ഞാൽ അത് നല്ല ടൂറിസ്റ്റ് കേന്ദ്രമാവും. നല്ല രസമുണ്ട്, നല്ല വൈബാണ് കേട്ടോ. ഇവിടെയൊക്കെ ഈ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ല സ്ഥലമാണ്. കല്യാണം കഴിഞ്ഞ പിന്നെ കപ്പിൾസൊക്കെ ഇവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പോണ സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ നല്ല ഒരു കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ദൂരത്തെ പോയിട്ടില്ല. പിന്നെ നമ്മളിപ്പോൾ ആണുങ്ങളൊന്നും ഇല്ലാത്തല്ലേ, നമ്മൾ പെണ്ണുങ്ങളൊറ്റക്ക് പോകുന്നതല്ലേ. അപ്പം അതിനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലങ്ങളാണ് ഇട്ടത്. പിന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ പെരിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ നല്ല വലിയ കഷ്ണം ഇറച്ചിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു ചോറാണ്. 90 റുപ്യ ഒരു ചോറിന്. അപ്പം ഞങ്ങൾക്ക് വല്ലാതെ ഒന്നും ആയിട്ടില്ല. പോരുമ്പോൾ ഒരു ചലഞ്ചർ വിളിച്ച് പോകുന്നു. ഇനി 3:30-ക്ക് ഏൽപ്പിച്ചിക്കണേ ഒരു വഴിയിട്ട് നമ്മളെ കൊണ്ടുപോകാൻ. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴത്തേന് വീട്ടിലെത്തും വേണം. കുട്ടികൾ കളിയൊന്നും അറിയില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലൊരു സന്തോഷമാണ് കേട്ടോ. ചില കുടുംബശ്രീയിലൊന്നും യാതൊരു കുറ്റവയ്പ്പൊന്നും ഉണ്ടാവില്ല. ഈ ലോൺ അടക്കുക അങ്ങനത്തെ പരിപാടി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് നല്ലൊരു ഹാപ്പിയായ നല്ലൊരു കുടുംബശ്രീയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതിനായിട്ട് നമ്മൾ നന്നാക്കി പറയില്ല. ഞാൻ കണ്ടിടത്തോളം ഞാൻ ആദ്യമായിട്ട് കൂടിയതാട്ടാ. അപ്പം എനിക്കും ഇത് കുറേ മുമ്പേനെയൊക്കെ കുടുംബശ്രീ കൂടേനിയും തോന്നിപ്പോയി. എന്താ വെച്ചാൽ നമ്മൾ വീട്ടിലിങ്ങനെ 4 ചുമരിൻ്റെ ഉള്ളിൽ ഒതുങ്ങി കൂടണ്ടല്ലേ. ഇതിപ്പോൾ ഒരാഴ്ചയിൽ ബുധനാഴ്ച ആയിട്ട് നമ്മൾ ഒത്തുകൂടൽ.
അപ്പം എല്ലാവരും കാണാം. അതൊക്കെ നല്ലൊരു സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. റിസർച്ച് ചെയ്യാൻ വന്നതാണ് കാടിനെ പറ്റിയോ. കുറച്ച് ഒരു 4-5 മണിക്കൂറായാലും നല്ലോണം അടിച്ച് പൊളിച്ചിട്ട് എല്ലാവരും നല്ല രസമായിന്. അപ്പോൾ ഭയങ്കര ഒരു അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മൾ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണണം. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വെറും ഫോട്ടോ എടുക്കാൻ തന്നെ കേട്ടോ. സ്ഥലത്ത് വരുമ്പോൾ പിന്നെ എല്ലാവർക്കും ഫോട്ടോത്തിൻ്റെ ഒരു പരിപാടി തന്നെയല്ലേ. നല്ല രസമായിട്ടാ. കുറച്ച് സമയമായാലും നന്നായി ആസ്വദിച്ച്. അപ്പം ഇനി ഇതിനെക്കാട്ടി കുറച്ച് ദൂരം സ്ഥലം പോകണം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു വെച്ചിങ്ങനെ കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി അങ്ങനെയൊക്കെ പിന്നെ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴൊക്കെ പിന്നെ പോകണം എന്നൊക്കെ എല്ലാവരും പറഞ്ഞു വെച്ചിരിക്കണം. എല്ലാവരും ഇതിൽ ഹാപ്പിയാണ് കേട്ടോ. ബാംഗ്ലൂർക്ക് പോകണം, പ്ലെയിനിന് പോകണം എന്നൊക്കെ ഓരോരുത്തർ നമ്മളൊരു ശ്രീജ ഉണ്ട് കേട്ടോ. അതിൽ ഭയങ്കര രസമാണ് ഓള്. എന്തൊക്കെ ഈ കാപ്പി ചുരിദാർ ഇട്ടാ ഓളാട്ടതിൻ്റെ ഹൈലൈറ്റ്. നല്ല നല്ല രസമാണ് ഓള്. അങ്ങനെയൊക്കെ ഓരോരുത്തരും ഉണ്ടാകുമ്പോൾ അത് ഭയങ്കര ഒരു ഹാപ്പിയാണേ. എല്ലാവരും ഉണ്ടാത്തോലും മുടിച്ചാത്തോലും ആകുമ്പോൾ ആ ഇതിനൊരു രസം കിട്ടൂല. പുഴവെള്ളമൊക്കെ ഇങ്ങനെ തൊള്ളിയിലാക്കിയിട്ടേ ഉപ്പുണ്ട് കേട്ടോ. നല്ല ഉപ്പുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ് ചെറുനാരം കൊണ്ടുവന്നാൽ മതി എന്ന് നമുക്ക് ഇവിടുന്ന് തന്നെ കലക്കി കുടിച്ച് ബിരിയാണി കഴിച്ചപ്പോൾ പിന്നെ ദാൻ തുടങ്ങിയേ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ചെറുനാരം കൊണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഈച്ചെടുത്ത് കണ്ട് പിന്നെ വെള്ളം കലക്കാൻ മതി. അത്രക്ക് ഉപ്പുണ്ട്. പുഴയൊക്കെ ഇങ്ങനെ കണ്ടാൽ നമുക്ക് കണ്ടാലൊന്നൊരു പുതിയിടാത്ത മാതിരിയുള്ള ഭയങ്കര ഒരു രസമുള്ള. ഇതൊക്കെ അത് ഭയങ്കര ടൂറിസ്റ്റ് കേന്ദ്രമായി മാറും അടുത്ത് തന്നെ. ഇപ്പം ഇങ്ങനെ തുടങ്ങി വരുന്നുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ഇങ്ങോട്ട് തന്നെ ഇടയ്ക്കൊക്കെ ആള് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഓരോരുത്തർ മരത്തുമ്മ കയറിട്ടാ ഫോട്ടോ എടുക്കാന്. അതിനോരോ കറുത്ത ഗ്ലാസും കൊണ്ടുവന്ന് കിട്ടും എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ 3-4 കരുതി കൊണ്ടുവന്നു. ഇനി പോല ഇങ്ങോട്ട് ഇറങ്ങിക്കൂടി ഓരോരുത്തർ.
ഇതാട്ടാണ് നമ്മളെ പ്രസിഡന്റ് ഈ മുമ്പിൽ അടുക്കേണ്ടത് റോസ് ഷാൾ ഇട്ടത്. പ്രസിഡന്റ് അല്ല, സെക്രട്ടറി. പ്രസിഡന്റ് പുറത്ത് വരും. അപ്പം എന്നാൽ നമ്മളെ യാത്ര ഇവിടെ അവസാനിക്കാൻ പോകണില്ല. ഭയങ്കര രസമാണ് ഈ ഗ്രൂപ്പിലൊക്കെ, ഭയങ്കര ഒച്ചപ്പാടും വെള്ളമൊക്കെ ആയിട്ട് നല്ല രസമാണ്. ഓക്കെ, കുടുംബശ്രീ ആയാലും നല്ല ഒത്തൊരുമയിൽ പോകണം. എല്ലാവരും എല്ലാത്തിനോടും യോജിച്ചും കൊണ്ട് ഓരോരുത്തരും വിട്ടു നിൽക്കരുത്. എല്ലാവരും എല്ലാത്തിനും യോജിക്കണം. അപ്പോഴേ അതിൻ്റെ കുടുംബശ്രീ നല്ലൊരു സംരംഭമായിങ്ങാണ്ട് മാറുള്ളൂ. മറ്റേത് കുറച്ചാൾ ഒന്നിനും യോജിക്കാത്തവരാകുമ്പോൾ ഒന്നും നടക്കൂല. അപ്പോൾ നമ്മൾ എങ്ങനെയാ തിരിച്ചു പോരട്ടാ, പോരാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളെ വണ്ടി 3:30 വരാമെന്ന് പറഞ്ഞിരിക്കണേ. അപ്പോൾ നമ്മൾ റോട്ടിലേക്ക് പോരാണ്. പോരാനൊന്നും ആർക്കും പോതില്ല കേട്ടാ. പിന്നെ കുട്ടികൾ സ്കൂളിട്ടൊക്കെ വന്ന് കാണ്ടേ ഒച്ചപ്പാടുണ്ടാക്കുമെന്ന് വിചാരിച്ച് കാണ്ട് പിന്നെ വേഗം പോരല് തുടങ്ങുകയാണ്. കുട്ടികളറിയാതെ മാറിയതല്ലേ. കുട്ടികൾക്ക് ഇങ്ങനത്തിനൊക്കെ പോരാൻ ഇഷ്ടമാണേനു. കുട്ടികളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാനും പറ്റില്ല. ഭയങ്കര പുഴയും വെള്ളവും എല്ലാം കൂടി കുട്ടികളെ പിടിച്ചാൽ കിട്ടൂലേ. പിന്നെ ചെറിയ മക്കളാണ് 2-3 ആളുള്ളത് ഒക്കത്തെ ഇട്ടുന്നതാവുമ്പോൾ. അപ്പോൾ നമ്മളെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിക്കും പിന്നെ കുടുംബശ്രീൻ്റെ ഗ്രൂപ്പിക്കൊക്കെ ഇട്ടുകാണ്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.